പല സ്കൂളുകളിലും കുട്ടികൾ ഇതുപോലെ ഇടയ്ക്ക് വെച്ച് പഠനം ഉപേക്ഷിച്ചു പോകുന്നു. അത് നിയമപരമായി അല്ല, രജിസ്റ്ററിലൊക്കെ അപ്പോഴും അവരുടെ പേര് തുടരുമ്പോഴാണ് ഇത്തരത്തിൽ പല കുട്ടികളും സ്കൂളിലേക്ക് വരുന്നില്ല എന്നത് അദ്ദേഹം പറയുമ്പോൾ വളരെ ഞെട്ടലുണ്ടാവുന്നുണ്ട്. സ്കൂൾ അധികൃതർ ഇതേപ്പറ്റി അന്വേഷിക്കുന്നുണ്ടാവില്ലേ? മാതാപിതാക്കളെ ഇത് അറിയിക്കുന്നുണ്ടാവില്ലേ? അവർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടാവുമോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇംതിയാസ്? മോത്തി, വെരി ഗുഡ് മോർണിംഗ്. സമീപകാലത്ത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുണ്ടായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഗുരുതരമായ ചില കാര്യങ്ങൾ CWC ചെയർമാനായിട്ടുള്ള P. അബ്ദുൽ നാസർ മാതൃഭൂമി ന്യൂസിന് മുൻപിൽ വെളിപ്പെടുത്തുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും ഡ്രോപ്പ് ഔട്ടിനെ കുറിച്ചും സ്കൂളുകളിൽ കൗൺസിലർമാർ അടക്കം ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മകളെ കുറിച്ചുമൊക്കെയാണ്. അതായത് ഈ ഡ്രോപ്പ് ഔട്ടിൻ്റെ കാര്യത്തിൽ പലപ്പോഴും സ്കൂളുകളിൽ സംഭവിക്കുന്നത്, ഈ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ആ സ്കൂളിൽ സ്ഥിരം പ്രശ്നക്കാരാണെന്ന രീതിയിൽ നിൽക്കുന്ന ചില വിദ്യാർത്ഥികളെയൊക്കെ പരീക്ഷ എഴുതാൻ മാത്രം സ്കൂളിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് SSLC പരീക്ഷയുടെ അതല്ലെങ്കിൽ പൊതുപരീക്ഷയുടെയൊക്കെ 1-2 മാസം മുൻപ് പല സ്കൂളുകളിലും വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ സമയത്ത് അവരോട് പറയുന്നത്, നിങ്ങളുടെ അറ്റൻഡൻസ് ഒക്കെ ഞങ്ങൾ ഇട്ടോളാം, അതിലൊന്നും പ്രശ്നം വരില്ല എന്നാണ്. ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളുകളിൽ നിന്ന് മാറ്റി നിർത്തുകയും അവരുടെ അറ്റൻഡൻസ് അതേസമയം അധ്യാപകർ ഇട്ട് നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. സാധാരണഗതിയിൽ ഒരു കുട്ടി 14 ദിവസം സ്കൂളിൽ ഹാജരായിട്ടില്ല എങ്കിൽ ആ കുട്ടി ഡ്രോപ്പ് ഔട്ട് എന്ന രീതിയിലാണ് സാധാരണഗതിയിൽ പരിഗണിക്കേണ്ടത്. പക്ഷേ അതിനെയെല്ലാം മൂടി വെച്ചുകൊണ്ട് പലരും ആ സ്കൂളിൻ്റെ ഒരു അഭിമാനം കാത്തു സൂക്ഷിക്കണമെന്നൊക്കെ രീതിയിലാണ് പലപ്പോഴും സ്കൂൾ അധികൃതർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നത് എന്നാണ് ഒരു വെളിപ്പെടുത്തൽ. പക്ഷേ ഇത്തരത്തിൽ സ്കൂൾ അധികൃതർ ഇത് CWCയെ അറിയിക്കാതെ നിൽക്കുന്ന സമയത്ത് ഇത് CWCന്റെ മുൻപിൽ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ CWCക്ക് കാര്യമായ രീതിയിൽ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാനോ അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകാനോ സാധിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് ജില്ലയിൽ 450-ലധികം സ്കൂളുകളുണ്ട്. ഗവൺമെന്റ് തലത്തിലും അതുപോലെ തന്നെ എയ്ഡഡ് തലത്തിലും ഒക്കെ 450-ലധികം സ്കൂളുകളുണ്ട്. പക്ഷേ 100-ൽ താഴെ സ്കൂളുകളിൽ മാത്രമാണ് ഈ സൈക്കോ സോഷ്യൽ കൗൺസിലേഴ്സ് എന്ന രീതിയിൽ ആളുകൾ പ്രവർത്തിക്കുന്നത്. ഇതും വലിയൊരു പ്രശ്നമായി തുടരുന്നു. നമ്മൾ നേരത്തെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടൊരു വാർത്തയുണ്ടായിരുന്നു. മലബാറിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും, അതായത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലൊക്കെ ഒരു ക്ലാസ്സിൽ 50-ലധികം കുട്ടികളിരുന്ന് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു കുട്ടിയിലേക്ക് ഒരു അധ്യാപകൻ എത്താനോ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനോ സാധിക്കുന്നില്ല. അതൊരു പക്ഷേ സാധിക്കുക ആ സ്കൂളിലുള്ള കൗൺസിലർമാർക്കാണ്. പക്ഷേ ഇത്തരത്തിൽ സ്കൂളുകളിൽ കൗൺസിലർമാരില്ലാത്തത് വലിയ പ്രശ്നമായി തുടരുന്നു. അതിനപ്പുറം ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലടക്കം 3 മാസത്തിലടക്കൽ മാൻഡേറ്ററി ആയിട്ട് കൂടേണ്ട യോഗമുണ്ട്. അതായത് ആ പഞ്ചായത്ത് പരിധിയിലുള്ള ഒരു സ്കൂളിൽ എത്രയൊക്കെ ഡ്രോപ്പ് ഔട്ട് നടന്നു, അതുപോലെ തന്നെ ആ സ്കൂളിൽ മറ്റെന്തെങ്കിലും സംഘർഷങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, ആ രീതിയിൽ ഒരു കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ സ്കൂളിലെ HM, ചൈൽഡ് വെൽഫെയർ, നമുക്കിപ്പോൾ ഇതിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാവുന്നത് ഇതിൽ ഇടപെടേണ്ട ഘടകങ്ങളുണ്ട്. അത് ജില്ലാ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്, ആ സ്കൂൾ അധികൃതരാണ്. സ്കൂൾ അധികൃതർ CWC അറിയിക്കേണ്ടതുണ്ട്. ഇങ്ങനെ വിവിധ ഘടകങ്ങളിൽ ഇവരാരും ഇടപെടുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതായി വരും.